ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ജാഗരൂകരായിട്ടിരിക്കുകയാണ്. ഇവരെ ആർക്കും മന്ദബുദ്ധികളാക്കാൻ സാധിക്കുകയില്ല. എന്ത് ബ്ലാക്ക് മാജിക്കും ഇനി ഇവരുടെ മേൽ പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഇവരുടേതായ ഒരു പവറിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ ഒരു ദൈവിക കൃപ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരെ ആരെങ്കിലും മാനിപ്പുലേറ്റിംഗ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാൾ പറയുന്നത് കേൾക്കുക, അങ്ങനെയൊന്നും ഇനി നടക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സമയം ഏത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നായാലും നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജിൻ്റെ ആ ഒരു വൈബ്സ്, ആ ഒരു സ്ഥിരത, അതായത് നിങ്ങളും തമ്മിൽ ഒരു സ്ഥിരമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിൻ്റെ ആ ഒരു വൈബ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവർ ഭയങ്കരമായിട്ട് വാശിയിലുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ സഡൻ ആയിട്ടൊരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ തേർഡ് പാർട്ടിയാണോ ഇവരുടെ ലൈഫിലുള്ളത്, ആ ഒരു തേർഡ് പാർട്ടിയെല്ലാം ഇവരുടെ പരിധിയിൽ വരണമെന്നാണ്. കാരണം ഇവരുടെ പരിധിയിൽ വന്നാൽ മാത്രമല്ലേ ഇവർ പറയുന്നത് പോലെ തേർഡ് പാർട്ടി കേട്ടിട്ട് നിങ്ങളെ മാരേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവർക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ ആഗ്രഹിക്കുന്ന തേർഡ് പാർട്ടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കണമെന്നാണ്. ഇവിടെ കാര്യങ്ങൾ സ്നേഹത്തിൽ എല്ലാം അവസാനിക്കണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ആർക്കും തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ മെസ്സേജും കോൾസും വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റീഡിംഗ് നോക്കുമ്പോൾ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, അതേപോലെ നിങ്ങളും അവരെ ഒത്തിരി സ്നേഹിക്കുന്നു. ഒരു മദർലി നേച്ചറാണ് നിങ്ങൾക്ക് അവരോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എപ്പോഴും എത്രയും പെട്ടെന്ന് യൂണിയനിലാവണം. എത്ര സെപ്പറേഷനിലായാലും, എത്ര വഴക്കിട്ട് പിരിഞ്ഞാലും എത്രയും പെട്ടെന്ന് നിങ്ങളോട് യൂണിയൻ ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹമാണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വാല്യൂ ഉള്ളതായിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രം സ്നേഹമാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറിയത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ ആർക്കും തന്നെ അധികാരം ചെലുത്തുവാൻ സാധിക്കില്ല. കാരണം അവർ അവരുടേതായ ഒരു പവറിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിയർലെസ് ആയി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ഡിസിഷന് എടുക്കുവാൻ ഇവർ തയ്യാറാണ് എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വിട്ട് പിണങ്ങി പോയവരാണ് എങ്കിൽ അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ പോകുകയാണ്. സ്നേഹമുള്ള ആ ഒരു സംസാരം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും സിറ്റുവേഷനിൽ ബാഡ്ലി ട്രാപ്പ്ഡ് ആണ് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ അവർ എപ്പോഴും നല്ല അവേക്കനിങ്ങിലുമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ആർക്കും നിങ്ങളെ ചതിക്കാൻ സാധിക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ അവേക്കനിങ് ആവാതിരിക്കുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചതിക്കാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും അവേക്കനിങ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു നല്ല രീതിയിലുള്ള ആ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആകുമ്പോൾ ഇവർക്ക് തന്നെ തോന്നുന്നത്, എനിക്കിപ്പോൾ എൻ്റെ പേഴ്സൻ്റെ അടുത്ത് പോകണം, അവരിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്ന് എനിക്കറിയണം, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ അവർ, എനിക്ക് അവരെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നൽ വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണിവർ. നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കൽ ലെവലിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ഇവർ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളും ഇവരെ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ന്യായം തരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് തോന്നുന്നത് നിങ്ങൾ ഇവർക്ക് വർത്തിയായിട്ടുള്ള ഒരാളാണ് എന്നാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം.
നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 7 ആണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് 7 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 17 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 27 അവേഴ്സിനുള്ളിൽ റെസൊനേറ്റ് ആകുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും രീതിയിലുള്ള ടവർ മൂവ്മെൻറ്റിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ ചില ചതി നിങ്ങളോട് ഇവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കർമ്മഫലമാണ് ഇവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ വരാൻ പോകുന്ന സമയം, അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ ഇവർ ടവർ മൂവ്മെൻറ്റിൽ കൂടെ കടന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞത്. വരാൻ പോകുന്ന സമയം സിറ്റുവേഷൻ ബാലൻസിലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വിഷ് പൂർണ്ണമാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് 15 മണിക്കൂറിനുള്ളിൽ സംഭവിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ പോകുകയാണ് എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാർഡുകൾ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ ഐസൊലേഷനായിട്ട് ഫീൽ ആകുകയാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ഡിവൈൻ്റെ ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട്. നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ വിഷമിക്കുകയാണോ, നിങ്ങൾ ഇവരില്ലാതെ എന്ത് ബുദ്ധിമുട്ടൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്കൊരു ഇൻറ്റ്യൂഷൻ വരികയാണ്, എനിക്ക് എൻ്റെ പേഴ്സണോട് സംസാരിക്കണം, അവരിപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് അറിയണമെന്ന്. ഇവിടെ മെസ്സേജ് ഉറപ്പായിട്ടും കുറേ ആൾക്കാർക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്ന. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കർമ്മഫലം വരാൻ പോകുന്ന സമയം അവർ അനുഭവിക്കുമെന്നും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ സ്നേഹം ട്രൂ ആണ് എങ്കിൽ ഈ ഒരു ലോകം തന്നെ, ഈ ഒരു ഡിവൈൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളിൽ പല ആൾക്കാരും അസെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡിവൈൻ പാത്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് ആണോ ഫേസ് ചെയ്തത്, ആ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്തതിലൂടെ നിങ്ങൾ ഒത്തിരി സ്ട്രോങ് ആയി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ചലഞ്ചസ് വരുന്നത് നിങ്ങളെ സ്ട്രോങ് ആക്കാനാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യേണ്ടതാണ്. എന്ത് കാര്യത്തിനായാലും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെപ്പറേഷൻ ആക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് സ്ട്രോങ് ആയിട്ട് പുറത്ത് വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയത്. അപ്പോൾ അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഷോ ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തേണ്ടതാണ്. കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.